അത് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് 72 അവേഴ്സിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 72 അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നല്ല ഗുണങ്ങളും നല്ല നല്ല നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല കാര്യങ്ങളും നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എത്രയൊക്കെ സഹിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഇതുവരേക്കുമുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം തിങ്ക് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിത്തുടങ്ങുന്നുണ്ട് നിങ്ങളാണ് അവർക്ക് പെർഫെക്റ്റ് മാച്ച് എന്നത്. ലവേഴ്സ് കാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് മാച്ച്, നിങ്ങളാണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് തന്നിട്ടുള്ളത് എന്നതാണ് ആ ഒരു പേഴ്സണ് ഇപ്പോൾ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പേർക്ക് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. ദ വേൾഡ് കാർഡ് ഇവിടെ ഉണ്ട്. കുറേ പേർക്ക് ഒരു ജേർണി റിലേറ്റഡ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ചിലവർക്കൊക്കെ നിങ്ങളെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കറൻ്റ്ലി ആളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇവിടെ ഒരു ഗ്യാപ്പുകൾ ഫീൽ ചെയ്ത് വന്നവരുണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ. ആൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് കരിയർ ഒന്ന് സെറ്റാക്കാനായിട്ട് ഒരുപാട് ഇവിടെ ട്രൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കരിയർ ഒന്ന് സെറ്റായാൽ മാത്രമേ ആ ആൾക്ക് മുന്നോട്ട് എന്ത് തന്നെയായാലും മുന്നോട്ടൊരു ജീവിതമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചാണെങ്കിലും വേറെ ഏത് കാര്യത്തിലാണെങ്കിലും കരിയർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ വ്യക്തി ഇപ്പോൾ ഒന്ന് സെറ്റാക്കാനായിട്ട് കഷ്ടപ്പാട് പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ എന്തുകൊണ്ടോ ആ ഒരു ആളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ 3 ഓഫ് കപ്സ് അല്ല 4 ഓഫ് കപ്സ് ഉണ്ട്. ആൾക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് വേറെ ലെവലിൽ കൂടെ. എന്തായാലും ഒരു പുതിയൊരു ന്യൂ ലവ് ഓഫറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഓഫറുകളൊക്കെ ചിലപ്പോൾ മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ രീതിയിലൊക്കെ ഒന്ന് ഫോം ചെയ്യുന്നതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ആൾക്കത് അവരെ ഒന്ന് തിങ്ക് ചെയ്യാനോ ഇതിലേക്കൊന്നും ഒന്ന് സാഹചര്യമായിട്ട് ആളുടെ വ്യക്തിക്ക് ആളുടെ മനസ്സിൽ തോന്നുന്നതായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങളുടെ സ്നേഹമായിരുന്നു വളരെ വിലപ്പെട്ടത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തെ പോലെ ആ ഒരു വ്യക്തിക്ക് വേറെ ആരും ആ ഒരു വ്യക്തിക്ക് അതുപോലുള്ള സ്നേഹം കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു ആളുടെ നെക്സ്റ്റ് 72 അവേഴ്സിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരു എന്താ പറയുക ഒരു ആസ്ട്രോളജി അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പള്ളിയിലൊക്കെ പോവുക അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോവുക. ആളെന്തോ മനസ്സുകൊണ്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എന്തുകൊണ്ടൊക്കെയോ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളതിലൊക്കെ ഒരു കുറ്റബോധങ്ങളായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ തോന്നി തുടങ്ങുന്നുണ്ട്. ആള് ഇപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ആൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര സെറ്റ് ആവാനും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരായിട്ട് ഇവിടെ ഒരുപാട് പേര് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് എബ്രോഡ് വർക്ക് ചെയ്യുന്നവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കുറേ പേര് എബ്രോഡിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെല്ലാവരും ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്താ പറയുക ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും കരിയർ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആളൊന്ന് ഇടയ്ക്കൊന്ന് ഡൗൺ ആവാനായിട്ട് കാണുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും ആളുടെ മനസ്സിൽ ഇപ്പോൾ ഇല്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം ഇങ്ങനെ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പണ്ടൊക്കെ ഡൗൺ ആയിട്ട് വരുമ്പോൾ നിങ്ങളുണ്ടായിരുന്നു താങ്ങായിട്ടും തണലായിട്ടൊക്കെ. പക്ഷേ ഇപ്പോൾ ആൾക്ക് അവിടെ ആ ഒരു എന്താ പറയുക താങ്ങും തണലുമായിട്ട് അവരുണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന വ്യക്തികൾ പോലും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് മാത്രമല്ല നിങ്ങളോട് ഒരുപാട് സ്നേഹം കൂടിക്കൂടി വരുന്നതായിട്ട് ഡേ ബൈ ഡേ കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളിലേക്കൊരു തിരിച്ചു വരവ് പെട്ടെന്ന് ആ ഒരു പേഴ്സണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും എനർജി പ്രകാരം കുറേ പേർക്ക് അതൊന്നും പോസിബിൾ അല്ല. പക്ഷെ കുറച്ച് പേർക്ക് ഇവിടെ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 30% ആളുകൾക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെ തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കാണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിന് ശേഷം അവർക്ക് ഒരുപാട് പേരിൽ നിന്നൊരു ചീറ്റിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഒന്നും അവരുടെ ലൈഫിലേക്ക് നടക്കുന്നതായിട്ട് കാണുന്നില്ല. അതുമാത്രമല്ല ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് ചതിക്കുകയും കുത്തിക്കൊന്ന് വലിച്ചു കീറിയിട്ട ഒരവസ്ഥയാണ് ആളുടെ ആ ഒരു പേഴ്സൻ്റെ
ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഒരു ഭാഗ്യം, നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന, നിങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസുകളും ആ ഒരു സന്തോഷങ്ങളും എന്താ പറയുക ഒരു എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിലുള്ളപ്പോൾ മാത്രമേ അയാൾക്ക് അത് നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾ ഒരുപാട് ഒരു ഒരു ഗോഡിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ആളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സിൽ വരുന്നത്. ഇപ്പോഴത്തെ എനർജി പ്രകാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളാണെന്നാണ് പറയുന്നത്. മാത്രമല്ല സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളായിരുന്നു ആ ഒരു പേഴ്സൻ്റെ എല്ലാം കൊണ്ടും സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ ആ പേഴ്സൺ ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള തോട്ട്സുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു 72 hours ഒരുപാട്. കാരണം ഇവിടെ ഒരു ഇൻഫിനിറ്റിൻ്റെ ചിഹ്നം കണ്ടല്ലോ. അപ്പോൾ സ്ട്രെങ്ത് മാത്രമല്ല നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ആ ഒരു പേഴ്സണ് ഒരുപാട് എന്തൊക്കെയോ നേടാമായിരുന്നു എന്നൊക്കെയുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ അത് ഇൻഫിനിറ്റ് ആണ്. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ എല്ലാം സ്നേഹമായാലും സപ്പോർട്ടാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു പേഴ്സൺ അകലെ നിന്ന് നോക്കുകയാണ് നിങ്ങളെ. എന്ത് ചെയ്യും ഇപ്പോൾ വളരെയധികം ചില കേസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വേണ്ട, നീ ഇല്ലെങ്കിലും എൻ്റെ ജീവിതം ഭയങ്കര സക്സസ് ആയിരിക്കും, നിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ വ്യക്തിയായിരിക്കും. അതിൻ്റെ കുറ്റബോധത്തിൽ ആളിവിടെ ഇരിക്കുന്നുമുണ്ട്. വിദൂരതയിലേക്ക് നോക്കി എന്തോ ഒരു വിഷമത്തിൽ ഒറ്റപ്പെട്ട് നിന്ന് തിങ്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതാ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാലഘട്ടം ഇവിടെ എന്താണോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് എൻഡ് ആവാനായിട്ട് പോവുകയാണ്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ്. ചിലവർക്ക് ഇവിടെ ന്യൂ ബിഗിനിങ് സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നുണ്ട്. വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ചിലർക്കൂടെ ന്യൂ കാർഡ് വരുന്നുണ്ട്. ആരോടൊക്കെ ഫ്ലേട്ടിങ് രീതിയിൽ സംസാരിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ആളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ ഒരു സമയത്തേക്ക് അവരുടെ രീതിയിലുള്ള അവരുടെ ഒരു ഫ്ലേട്ടിങ് രീതിയിൽ ഈ ഒരു ആളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരൊരു ഫ്ലേട്ടിങ് കാണുമ്പോഴൊക്കെ ആൾക്ക് ചിരിയാണ് വരുന്നത്. ആ ഒരു സമയത്തേക്കൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സുകളാണ് ആൾക്ക് കൂടുതലും വരുന്നത്. എന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് ഇങ്ങോട്ടേക്കുള്ള 72 hours ഭയങ്കരമായിട്ട് ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ചിന്തകളാണ് ആൾക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. ദർ ഇസ് എ ജഗ്ലിംഗ് സിറ്റുവേഷൻ. അതായത് ആൾക്ക് ഫിനാൻഷ്യലി ഉള്ളതും കരിയർ വൈസ് ആണെങ്കിലും ഒന്ന് സെറ്റാക്കണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതും വേണം, ആ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളും വേണം. നിങ്ങളുടെ ഭാഗത്തേക്ക് വരാനുള്ളൊരു തോട്ട്സും അവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിനൊരു കൺഫ്യൂഷൻ സ്റ്റേജ് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് അഗെയിൻ ഇതുപോലെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആൾക്ക് കുറേ പേർക്ക് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അടുത്തുള്ളവരായിരിക്കില്ല. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കടൽ കടക്കാൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ഫിസിക്കലി അടുത്തുള്ളതായിട്ട് കാണുന്നില്ല. ആ ഒരു സമയത്ത് വളരെയധികം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാം എന്നൊക്കെ വേണോ എന്നുള്ള രീതിയിലൂടെ കൺഫ്യൂഷൻ സ്റ്റേജ്. ഒന്ന് പോയി കണ്ടാലോ, ഡയറക്റ്റായിട്ടൊരു സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് നേരിട്ട് പോയി കണ്ടാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ ആളുടെ മനസ്സിൽ ഒരുപാട് വരുന്നുണ്ട്. കുറേ പേർക്ക് അത് സാധ്യമാവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കാരണം സർപ്രൈസ് ആയിട്ട് തന്നെ ഒരു 30% ആൾക്കാർക്കും വരാനായിട്ട് ഇവിടെ ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ നെക്സ്റ്റ് 72 hours നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്. കുറേ പേർക്ക് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് നിർത്തിപ്പോയവരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നീ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ജീവിക്കാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റാണ്ട് വരിക. എന്താ പറയുക, എന്തിന് വെറുതെ ഞാനിങ്ങനെ കിടന്ന് തല്ലുപിടിച്ച് എൻ്റെ ഒരു മൂഡില്ലാണ്ടാക്കണം, വെറുതെ നെഗറ്റിവിറ്റി മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പിൽ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ ഒരു വെൽത്ത് എന്തായിരുന്നു, നിങ്ങളായിരുന്നു അസറ്റ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ആളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ലക്കിയാണ്. കുറേ പേർക്കൊക്കെ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആവുന്നതും കാണുന്നു.